ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി നല്ല രുചികരമായിട്ടുള്ള തേങ്ങാപ്പാൽ പായസമാണിത്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മുടെ അമ്മച്ചിമാരൊക്കെ തയ്യാറാക്കുന്ന പഴയകാല റെസിപ്പിയാണിത്. പാൽ ഇഷ്ടമില്ലാത്ത ചുരുക്കം ചില ആളുകളെങ്കിലും നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് ഈ തേങ്ങാപ്പാൽ കൊണ്ടുള്ള പായസം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെലൈക്കൺ ക്ലിക്ക് ചെയ്യണം. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസിനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ തേങ്ങാപ്പീര പിഴിഞ്ഞ് ഒന്നാം പാലും രണ്ടാം പാലും സെപ്പറേറ്റായിട്ട് എടുക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു പായസത്തിൽ സ്പെഷ്യലായിട്ടുള്ള ഒരു സാധനങ്ങളും ചേർക്കുന്നില്ല. നമ്മുടെ വീടുകളിൽ സാധാരണ നമുക്ക് ലഭ്യമാകുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു പായസമാണിത്. ഇതിനായിട്ട് ചിക്കറി വേണം. ചിക്കറി ഈ ഒരു അളവിലാണ് എടുക്കേണ്ടത്. ഇതൊരു കയ്യളവാണ് ഇവിടെ കാണിക്കുന്നത്. കൃത്യമായിട്ട് ഈ ഒരു അളവ് എടുക്കുക. ഒരു കലം അടുപ്പത്ത് വെച്ച് അതിൽ തേങ്ങയുടെ രണ്ടാം പാൽ ചിക്കറിയിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക. സേമിയ ഒരു പാൻ ഉപയോഗിച്ചിട്ട് ബ്രൗൺ കളർ ആകുന്നത് വരെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങയുടെ രണ്ടാം പാൽ ചിക്കറിയിട്ട് നല്ലപോലെ വേവിച്ചതിലേക്ക് സേമിയ വറുത്തത് ഇട്ട് അത് വീണ്ടും നന്നായിട്ട് വേവുന്നത് വരെ തിളപ്പിക്കുക. ഇത് നല്ലപോലെ ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. അടി പിടിക്കാതിരിക്കാനായിട്ട് അത് നിരന്തരമായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ പാകത്തിനനുസരിച്ച് മധുരത്തിനായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. മധുരം കുറച്ച് മധുരമുള്ളവർക്ക് കുറച്ച് വെള്ളം ചേർത്താൽ മതിയാവും. ഇനി തിളപ്പിക്കണം. തിളയ്ക്കുന്നതോടൊപ്പം തന്നെ ചക്കര അതിൽ അലിഞ്ഞു ചേർന്നോളും. നമ്മൾ ഇളക്കുന്നത് നിർത്തരുത്. നിരന്തരമായിട്ട് തടി പിടിക്കാതെ നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതിനായിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകവും ഒരു 3-4 കഷ്ണം ഏലക്കയും കൂടി എടുക്കാം. ഇത് നല്ലപോലെ പൊടിച്ചെടുക്കുന്നതിനായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. പൊടിച്ചെടുത്ത ജീരകവും ഏലക്കയും നമ്മൾ നേരത്തെ കലത്തിൽ ചിക്കറിയും സേമിയയും രണ്ടാം പാലിലിട്ട് തിളപ്പിച്ചതിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ച തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ച് നല്ലപോലെ ഇളക്കണം. ഇത് ഒരു കാരണവശാലും തിളയ്ക്കരുത്. തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് ചൂടാകാൻ മാത്രമേ പാടുള്ളൂ. നമുക്ക് നല്ലപോലെ അരിച്ചൊഴിക്കുക. തേങ്ങയുടെ നാരുകളും ഒന്നും അതിൽ പെടാതെ നല്ലപോലെ അരിച്ച്
ഒഴിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിളയ്ക്കരുത് ഒരു കാരണവശാലും. രണ്ടാം പാൽ തിളച്ചാൽ കുഴപ്പമില്ല, പക്ഷെ ഒന്നാം പാൽ ഒഴിച്ച ശേഷം ഒരു കാരണവശാലും തിളയ്ക്കാൻ പാടില്ല. നമുക്കൊന്ന് ജസ്റ്റ് ചൂടാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പായസം നല്ലപോലെ ചൂടായിട്ട് റെഡി ആയിട്ടുണ്ട്. ചക്കരയെല്ലാം ഇതിൽ നല്ലപോലെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് ഒരല്പം നെയ്യും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്ത് ഇളക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനൽ സ്റ്റെപ്പായിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമ്മുടെ പാകത്തിന് ചേർത്ത് കൊടുക്കണം. നമുക്ക് അതിനായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒരല്പം നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് ഒരല്പം എണ്ണയിലോ നല്ലപോലെ വറുത്തെടുക്കാം, ഒരു ചെറിയ ബ്രൗൺ കളർ ആകുന്ന വരെ. വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ആദ്യമേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പായസത്തിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഫൈനൽ സ്റ്റെപ്പായിട്ട് മധുരം ക്രമീകരിക്കുന്നതിനായി ഒരു നുള്ളു ഉപ്പ് കൂടെ ഈ പായസത്തിൽ ചേർത്ത് ഇളക്കുക. പായസം റെഡി ആയിരിക്കുന്നു സെർവ് ചെയ്യാനായിട്ട്. ഹലോ ഫ്രണ്ട്സ്, ഈ പായസം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും ചേർത്തിട്ടില്ല. നമ്മുടെ വീട്ടിൽ സാധാരണ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. യൂസ്ഫുൾ ഹാക്സ് ഫോർ യു എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസിനായി അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.